നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ മേഖലയിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള ഏതൊരാളും ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് DeFi എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. എന്താണ് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം തന്നെ സെൻട്രലൈസേഷൻ എന്താണെന്ന് അറിയണം. ഞാൻ കണ്ടിട്ടുണ്ട് പല യൂട്യൂബ് ചാനലുകളിലും അല്ലെങ്കിൽ പല ബ്ലോഗുകളിലും ഒക്കെ സെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറയുമ്പോൾ ബാങ്കുകളെയാണ് എല്ലായ്പ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ബാങ്കുകൾ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻസിന്, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസിന് വളരെ നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്. പക്ഷേ ബാങ്കുകൾ മാത്രമാണോ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല. ഒരു കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിക്കോട്ടെ, എന്തിൻ്റെയും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളോ ആയിക്കോട്ടെ, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് അവിടെ ഒരു മുതലാളിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻസ് എന്നോ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് വിഭാഗത്തിൽ നമുക്ക് അതിനെയൊക്കെ പെടുത്താം. RBIയുടെ കൺട്രോളിലാണ് നമ്മുടെ ബാങ്കുകളെല്ലാം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻസിന് വളരെ നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് ബാങ്കുകൾ. ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റവും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റവും നമുക്ക് എങ്ങനെ തരംതിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കാമെന്ന് വളരെ സിമ്പിളായിട്ട് വളരെ ഷോർട്ടായിട്ട് ചെറിയൊരു കഥയിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബൈക്കോ കാറോ ഒന്നുമില്ല. ഞാനൊരു ടാക്സി വിളിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ ഊബർ എടുത്തു. ഞാനൊരു ടാക്സി വിളിച്ചു. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ തിരിച്ചു വരാറായപ്പോൾ ഞാൻ വീണ്ടും ഊബർ എടുത്ത് ടാക്സി വിളിക്കാനായിട്ട് നിന്നപ്പോൾ അവൻ പറഞ്ഞു, നീ ഊബറിൽ വിളിക്കേണ്ട, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, ആളുടെ നമ്പർ ഞാൻ തരാം, നീ ആളെ നേരിട്ട് വിളിച്ചിട്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ടാക്സി ചേട്ടനെ ഞാൻ നേരിട്ട് വിളിച്ചിട്ട് ആളെന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കി. ഇവിടെ ഞാൻ അങ്ങോട്ട് പോയത്, ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൂടെയായിരുന്നു. തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൂടെയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ആ ഒരു ടാക്സിക്കാരനെ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ഞാനൊരു ടാക്സിക്കാരനെ വിളിച്ചത് ഒരു തേർഡ് പാർട്ടി വഴിയാണ് അല്ലെങ്കിൽ ഒരു ആപ്പ് വഴിയാണ്. എൻ്റെയും ടാക്സിക്കാരൻ്റെയും ഇടയിൽ വേറൊരു മൂന്നാമതൊരാൾ അവിടെ വരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് പേ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് പോലും, അതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് പോലും കമ്മീഷൻ പിടിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ അവിടെ കമ്മീഷൻ പിടിക്കാനോ അല്ലെങ്കിൽ എൻ്റെയും ആ ഒരു ടാക്സിക്കാരൻ്റെയും ഇടയിൽ വേറൊരാളില്ല. ഞാനും ആളും മാത്രമേ ഉള്ളൂ. ഞങ്ങളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് വേറെ ആരുമില്ല അവിടെ. അപ്പോൾ അത് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമായിട്ട് നമുക്ക് കണക്കാക്കാം. ഊബർ വഴി ഞാൻ ടാക്സി വിളിച്ചത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റവും അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റാം. ഇനി നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. വാസ്ട്രിക്സ് ഉണ്ടാവാം, ബൈനാൻസ് ഉണ്ടാവാം. ഇത് രണ്ടും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളാണ്. അതായത് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചാണ് ഈ ബൈനാൻസ് ആയാലും വാസ്ട്രിക്സ് ആയാലും. അതിനൊരു മുതലാളിയുണ്ട്. ആ ഒരു മുതലാളിയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബൈനാൻസ് വാലറ്റിൽ അല്ലെങ്കിൽ വാസ്ട്രിക്സ് വാലറ്റിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന നമ്മുടെ ഫണ്ട്, നമ്മുടെ USDT ആയാലും INR ആയാലും ബിറ്റ്കോയിൻ ആയാലും ഏതൊരു കോയിൻ ആയാലും അതൊരിക്കലും നമ്മളുടെ മാത്രമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതിൻ്റെ മുഴുവൻ കൺട്രോളും അവർക്കാണ്. അവരത് പൂട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടാലും, നമ്മൾ ബാങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളുടെ പൈസയാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ബാങ്കിൽ ഇരിക്കുന്നിടത്തോളം അത് ബാങ്കിൻ്റെ പൈസയാണ്. നമ്മളുടെ കയ്യിൽ നമ്മളുടെ പേഴ്സിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പൈസയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെയും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെയും വളരെ വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്നും എന്താണ് സെൻട്രലൈസേഷനും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. DeFi അഥവാ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ്. നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിപ്റ്റോ ട്രേഡർ ആണ് എന്നൊക്കെ അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ഈ DeFi എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. DeFi എന്ന് പറയുന്നത്, അതായത് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറയുന്നത്, പുതിയൊരു ഫൈനാൻഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഇത് വരുന്നത് ഒരു ബ്ലോക്ക് ചെയിനകത്തായിരിക്കും. നമുക്ക് പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും മൂന്നാമതൊരാളുടെ സഹായമില്ലാതെ വളരെ സേഫ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത.
നമ്മൾ സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ബാങ്കിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ബാങ്കിനെ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കണം നമ്മളതിൽ നമ്മുടെ പൈസ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സർവീസുകളെല്ലാം യൂസ് ചെയ്യുന്നത്. ആ ബാങ്കുകാർ നമ്മളുടെ പൈസയും കൊണ്ട് ഓടിപ്പോവില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവരെ ആശ്രയിക്കുന്നത്. സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫൈയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു വിശ്വാസത്തിൻ്റെ ആവശ്യം തീരെ വരുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വിശ്വാസത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് പണമിടപാടുകളൊക്കെ നടത്താനായിട്ട് ആരുടെയും കൺട്രോളൊന്നും ഇല്ലാതെ പണമിടപാടുകളൊക്കെ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിഫൈ എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ അടിസ്ഥാനമാക്കി വേണം പ്രവർത്തിക്കാനായിട്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിപ്റ്റോഗ്രഫിയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. ഇതിൽ സ്മാർട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഡിഫൈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നമ്മുടെ സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നിലവിലുള്ള ഒരു കാര്യങ്ങൾ എടുത്തു നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള ഡിഫൈ പ്രൊജക്റ്റുകൾ എടുത്തു നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം പ്രൊജക്റ്റുകളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എതേറിയം ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു എതേറിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. സോളിഡിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് എതേറിയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോളിഡിറ്റി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫൈ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഈ ഒരു സോളിഡിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ്, നിങ്ങൾ ഈ ട്രസ്റ്റ് വാലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡി ആപ്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡി ആപ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ആയിരക്കണക്കിന് ഡെവലപ്പേഴ്സും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന ഒട്ടുമിക്ക എല്ലാ പ്രൊജക്റ്റുകളും എതേറിയം ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായി ഡിഫൈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റാണ് മേക്കർ ഡാവോ എന്ന് പറയുന്നത്. 2015 റൂൺ ക്രിസ്റ്റൻസൻ ആണ് ഇത് കൊണ്ടുവരുന്നത് തന്നെ. നമ്മളിപ്പോൾ USDT യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ള കോയിൻസ് ഒക്കെ വാങ്ങുന്നില്ലേ, അതുപോലെ തന്നെ ഡായ് യൂസ് ചെയ്തുകൊണ്ട്, ഡായ് എന്ന് പറയുന്നത് മേക്കർ ഡാവോ എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ്റെ സ്റ്റേബിൾ കോയിനാണ്. ഈ ഡായ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൊളാട്രൽസ് എല്ലാം ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഈ USDTയും ഡായും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ USDT എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് സ്റ്റേബിൾ കോയിനും ഡായ് എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് സ്റ്റേബിൾ കോയിനാണ്. ഇവ രണ്ടും ഫോളോ ചെയ്യുന്നത് US ഡോളറിന്റെ പ്രൈസിനെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയത്, ഇപ്പോൾ ബാങ്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൽ പൈസ നിക്ഷേപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാറുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റിലൂടെ നമുക്കൊരു പലിശയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിഫൈ സിസ്റ്റത്തിലും നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിലൂടെ നമുക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിലൂടെ നമുക്ക് പലിശ കിട്ടുന്ന പോലെ സ്റ്റേക്കിങ്ങിലൂടെ സ്റ്റേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും. ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലെ ഈ ലെൻഡിങ് ആൻഡ് ബോറോയിങ്, അതായത് കടം വാങ്ങൽ കൊടുക്കൽ സിസ്റ്റത്തിന് ഒരു മൂന്നാമതൊരാളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ പെർമിഷൻ ആവശ്യമായിട്ട് വന്നിരുന്നു. ഈ ഒരു ഡിഫൈ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ വരവോടുകൂടിയാണ് ആ ഒരു പെർമിഷന്റെ ആവശ്യം ഇല്ലാതെ ആയി തുടങ്ങിയത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു ഡിഫൈ സിസ്റ്റത്തിന്റെ യൂസസ് എന്ന് പറയുന്നത് ഈ ലെൻഡിങ് ബോറോയിങ് സ്റ്റേക്കിംഗ് മാത്രമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അല്ല, ഈ ലെൻഡിങ് ബോറോയിങ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് കൂടാതെയുള്ള മറ്റുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ കോയിൻസ് വരുന്നുണ്ട്, ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാർജിൻ ട്രേഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോന്നിനെ പറ്റിയിട്ടും ചെറുതായിട്ടും നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സ്റ്റേബിൾ കോയിൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മേക്കർ ഡാവോ മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, വേറെയും പ്രൊജക്റ്റുകളുണ്ട്. അതിലൊന്നാണ് കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്. എന്തുകൊണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്ന പ്രൊജക്റ്റിന്റെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു അൽഗോരിതമിക് ഇൻട്രസ്റ്റ് റേറ്റ് പ്രോട്ടോകോൾ ആണ്. അതായത് നമുക്ക് കൊളാട്രൽ സപ്ലൈ ചെയ്തുകൊണ്ട്, ഇപ്പോൾ എതേറിയം പോലത്തെ അസറ്റ്സ് സപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് നേടിയെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതേ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് ആവേ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു അൽഗോരിതമിക് സ്റ്റേബിൾ കോയിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡായ് എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിൻ ആണ്. നോൺ അൽഗോരിതമിക് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസിന് എക്സാമ്പിൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന USDT, USDC പോലത്തെ സ്റ്റേബിൾ കോയിൻസ് ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ USDT പോലുള്ള, അതായത് നോൺ അൽഗോരിതമിക് സ്റ്റേബിൾ കോയിൻസ് ഒക്കെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസ് ആയിരിക്കും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കമ്പനി ഉണ്ടായിരിക്കും. പക്ഷേ
ഈ DeFi ആപ്ലിക്കേഷൻസിൽ ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഷോർട്ടായിട്ട് ഒറ്റ സെൻറ്റൻസിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണെന്ന് പറയുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ്. അതായത് ഈ ക്രിപ്റ്റോ കറൻസികളെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ എൻ്റെ പേഴ്സിലിരിക്കുന്ന കുറച്ച് പൈസ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഈ പൈസ ബാങ്കിലിടണം. ബാങ്കുകാരാണ് എൻ്റെ സുഹൃത്തിന് ആ പൈസ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യം വരുന്നുണ്ട്. അതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേയിലൂടെയാണ് അത് പോകുന്നത്. ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസിൽ വരികയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ക്രിപ്റ്റോ കറൻസി വേറൊരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കണമെങ്കിൽ അവിടെ വേറൊരു മൂന്നാമതൊരാളുടെ ആവശ്യം അവിടെ വരുന്നില്ല. എനിക്ക് നേരിട്ട് തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ സഹായിക്കുന്ന എക്സ്ചേഞ്ചുകളെയാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് പ്രധാനമായിട്ടും 2 ടൈപ്പാണ് ഉള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പൂൾ ബേസ്ഡും രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓർഡർ ബുക്ക് ബേസ്ഡും ആണ്. ഈ ഒരു ലിക്വിഡിറ്റി പൂൾ ബേസ്ഡ് എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൂളിനെ പറ്റിയിട്ട് നമ്മളൊരു ഉടനെ തന്നെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. തൽക്കാലം അതിൻ്റെ ഒരു എക്സാമ്പിൾസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് അവിടെ നിർത്തുകയാണ്. അപ്പോൾ ലിക്വിഡിറ്റി പൂൾ ബേസ്ഡ് എക്സ്ചേഞ്ചുകൾക്ക് എക്സാമ്പിളാണ് യൂണിസ്വാപ്പ്, കൈബർ നെറ്റ്വർക്ക്, ബാലൻസർ, ബാങ്കോറൊക്കെ. അതുപോലെ തന്നെ ഓർഡർ ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾക്ക് എക്സാമ്പിളാണ് ലൂപ്രിങ്ങും ഐഡെക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചുകളൊക്കെ. അടുത്തതായിട്ട് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനാണെങ്കിൽ ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ പെർഫോമൻസിനെ, ഇപ്പോൾ ബിറ്റ് കോയിൻ ആണെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസിൽ നിന്ന് അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തെടുക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിന്തറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് മാർജിൻ ട്രേഡിംഗ് ആണ്. മാർജിൻ ട്രേഡിങ്ങിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ലിവറേജ് എടുത്തുകൊണ്ട് നമ്മുടെ പൊസിഷൻ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഒരു മാർജിൻ ട്രേഡിങ്ങിലൂടെ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയിട്ടില്ല, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സെൻട്രലൈസ്ഡ് ഫൈനാൻസിനെയും ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിനെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പെർമിഷൻ്റെ ആവശ്യമില്ല. സെൻട്രലൈസ്ഡ് ഫൈനാൻസിന് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പെർമിഷൻ ആവശ്യമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ നമുക്കൊരു മൂന്നാമതൊരാളുടെ സഹായമോ അനുവാദമോ ഒന്നും തന്നെ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിൽ ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷേ സെൻട്രലൈസ്ഡ് ഫൈനാൻസിൽ എല്ലാ കാര്യങ്ങളും ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഓരോന്നിനും പെർമിഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. അടുത്തതായിട്ട് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിൽ നോക്കുകയാണെങ്കിൽ അതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആ ഒരു നെറ്റ്വർക്കിലുള്ള ആ ഒരു ബ്ലോക്ക് ചെയിനിലുള്ള ആർക്ക് വേണമെങ്കിലും കാണാനും മനസ്സിലാക്കാനും പരിശോധിക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ സെൻട്രലൈസ്ഡ് ഫൈനാൻസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും നടത്തുന്ന ഒരു ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്കൊന്നും തന്നെ കാണാനായിട്ട് പറ്റില്ല. ആകെ കാണാനായിട്ട് പറ്റുന്നത് ആ ബന്ധപ്പെട്ട അധികാരികൾക്കോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ മാത്രമാണ്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിൽ കാര്യങ്ങളെല്ലാം വളരെ ചീപ്പാണ്. ട്രാൻസാക്ഷൻ ഫീ കാര്യങ്ങളൊക്കെ വളരെ ചീപ്പായിരിക്കും. സെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അവരുടെ ഓരോ സർവീസിനും അവർ ഫീ ഈടാക്കുന്നുണ്ടാവും. നമ്മളുടെ എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസുകളിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അതിൽ നിന്നാണ് അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ DeFi സിസ്റ്റത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഏറ്റവും അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് വർക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനിലാണ്. സെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, പണ്ട് മുതലേ പിന്തുടർന്ന് പോരുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് സെൻട്രലൈസ്ഡ് ഫൈനാൻസ് വർക്ക് ചെയ്ത് പോകുന്നത്. ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതായത് ഏറ്റവും കിടലനായിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അത് വളരെ വലിയൊരു വ്യത്യാസമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് DeFi എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും സെൻട്രലൈസ്ഡ് ഫൈനാൻസിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത്തരം കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.